ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ഹ്യുണ്ടായി i20 ആണ് അല്ലേ? പക്ഷേ 12 ലക്ഷത്തിന് മുകളിൽ കൊടുത്ത് ഇതിന്റെ ടോപ്പ് ആൻഡ് ആസ്ത ഓപ്ഷണൽ എടുക്കാൻ പോകുന്നവരോട് എനിക്ക് ചെറിയൊരു ചോദ്യമുണ്ട്. വണ്ടി ഫുൾ ലോഡ് ചെയ്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത്തിരി ഹില്ലി ഏരിയാസിൽ പോയിട്ടുണ്ടോ ഈ വണ്ടിയിൽ? ഷോറൂമിലെ ആ സ്മൂത്ത് ടെസ്റ്റ് ഡ്രൈവ് ആയിരിക്കില്ല ഒരു 6 മാസം കഴിഞ്ഞ് ശരിക്കുമുള്ള ഉപയോഗത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 12 ലക്ഷത്തിന്റെ ഈ പ്രീമിയം വണ്ടിയിൽ ഒരു കയറ്റം വരുമ്പോൾ നിങ്ങളെ കൊണ്ട് AC ഓഫ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് മാത്രമല്ല, പലർക്കുമുള്ള വലിയൊരു സംശയമാണ് 2026 i20യുടെ പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ടോ, അതിനായി വെയിറ്റ് ചെയ്യണോ, അതോ ഇപ്പോൾ നിലവിലുള്ള i20 വാങ്ങണോ എന്നുള്ളത്. ഇന്ന് നമ്മൾ i20യുടെ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും അതിന്റെ IVT മാനുവലും തമ്മിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. പുതിയ i20 ഫേസ് ലിഫ്റ്റ് വൈകുന്നതിന് പിന്നിലെ ഇൻസൈഡർ റീസൺ എന്താണ്, ശരിക്കുമുള്ള മൈലേജ് എന്താണ്, കേരളത്തിലെ റോഡുകളിൽ ഇതിന്റെ 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് എത്രമാത്രം പ്രാക്ടിക്കൽ ആണ്, പിന്നെ ഓണേഴ്സ് പറയുന്ന ചെറിയ വലിയ റിഗ്രറ്റുകൾ എന്തെല്ലാമാണ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായി കാണാതെ നിങ്ങൾ i20 എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റിയേക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഡീപ്പ് ഇൻ ടു ദ റിയാലിറ്റി ഓഫ് ദി ഹ്യുണ്ടായി i20. നമുക്ക് ആദ്യം ഇതിന്റെ മാർക്കറ്റ് പൊസിഷൻ നോക്കാം. ഇന്ത്യയിൽ പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റ് ശരിക്കും ഉണ്ടാക്കിയത് തന്നെ ഹ്യുണ്ടായി i20 ആണ്. പക്ഷേ 2026 നിൽക്കുമ്പോൾ ഈ സെഗ്മെന്റ് വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആളുകൾക്ക് ഇപ്പോൾ ഹാച്ച്ബാക്സ് വേണ്ട, അവർ SUVസിനോടാണ് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് താല്പര്യം. ടാറ്റ പഞ്ച്, ഹ്യുണ്ടായി എക്സേഴ്സിന്റെ സെയിൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിമാൻഡ് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാകും. എങ്കിലും ശരാശരി ഒരു 3700 തൊട്ട് 5000 യൂണിറ്റ്സ് സെയിൽസ് വരെ i20 ഇപ്പോഴും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ചില പീക്ക് മാസങ്ങളിൽ മാത്രം അതൊരു 6000 വരെയൊക്കെ എത്താറുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. വേർ ഇസ് ദി നെക്സ്റ്റ് ജനറേഷൻ ഫേസ് ലിഫ്റ്റ്? സാധാരണ ഹ്യുണ്ടായി ഫേസ് ലിഫ്റ്റ് ഫാസ്റ്റായി കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ്. എല്ലാ വണ്ടികൾക്കും ഒരു 2 വർഷം കൂടുമ്പോൾ തന്നെ പുതിയ ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരുന്നതാണ്. പക്ഷേ i20ക്ക് ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ ഒരുപാട് ടൈം എടുക്കുന്നു. അതായത് i20യുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഫേസ് ലിഫ്റ്റ് വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്റർനെറ്റിൽ കുറെ വാർത്തകൾ വരുന്നുണ്ട്, ഒരു പുതിയ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള i20 ഉടനെ വരുമെന്ന്. എന്നാൽ ഇത് വൈകുന്നതിന്റെ മെയിൻ റീസൺ ഇന്ത്യയിൽ നിലവിൽ പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റിന്റെ സെയിൽസ് താഴോട്ട് പോകുന്നത് കൊണ്ടാണ്. അടുത്ത ജനറേഷൻ i20 ഒരു ക്രോസ് ഓവർ ഡിസൈനിലേക്ക് മാറ്റാനാണ് ഹ്യുണ്ടായി പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. പുതിയ ജനറേഷൻ വണ്ടി ഇന്ത്യയിൽ 2026 അവസാനത്തിലോ 2027 വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ വാങ്ങാൻ പോകുന്ന ഈ 2026 മോഡലിൽ ഇതിൽ വലിയ മെക്കാനിക്കൽ മാറ്റങ്ങളൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അതേ 1.2 ലിറ്റർ കപ്പ എഞ്ചിൻ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള i20യെ പറ്റി പറയാം. റോഡ് പ്രസൻസിന്റെ കാര്യത്തിൽ ഈ കാർ ഇപ്പോഴും വളരെ ഷാർപ്പാണ്. മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ ആ വലിയ പാരാമെട്രിക് ജുവൽ പാറ്റേൺ ഗ്രില്ലും അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ലീക്കായ LED ഹെഡ്ലാമ്പുകളും ആ DRLും വണ്ടിക്ക് ശരിക്കും ഒരു സ്പോർട്ടി ഫീൽ കൊടുക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകളും ഡോറുകളിലൂടെ പോകുന്ന ഷാർപ്പായ ക്യാരക്ടർ ലൈനുകളും വണ്ടിയുടെ ലുക്ക് വേറൊരു ലെവലിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നിൽ നിന്നുള്ള ആ വൈറ്റ് സ്റ്റാൻഡ്സും C-ഷേപ്ഡ് LED ടെയിൽ ലാംപ്സും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ടെയിൽ ലാമ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എലമെന്റും സ്പോർട്ടിയായ റിയർ ബമ്പറും കൂടി ആവുമ്പോൾ വണ്ടിക്ക് പിന്നിൽ നിന്ന് നല്ലൊരു വീതി തോന്നിക്കും. മാരുതി ബലേനയുടെ ആ ഒരു സ്ലീക്ക് ആൻഡ് കർവി ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ വളരെ അഗ്രസീവും എയറോഡൈനാമിക്കുമായ ഒരു സ്പോർട്ടി ലുക്കാണ് i20 തരുന്നത്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഈ വണ്ടി നിരാശപ്പെടുത്തില്ല. വെൽ ഡിസൈൻഡും പാനൽ ഗ്യാപ്പുകളൊക്കെ കുറഞ്ഞ ഫിറ്റ് ആൻഡ് ഫിനിഷും ഹ്യുണ്ടായി നിലനിർത്തുന്നുണ്ട്. ഡോർ അടയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സോളിഡ് ടച്ച് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബലേനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് ഇതിന്റെ ഷീറ്റ് മെറ്റൽ ക്വാളിറ്റി എന്നുള്ളത്. പക്ഷേ ഈ പുറമേ കാണുന്ന ഭംഗി മാത്രമാണ് ഒരു കാർ. പക്ഷേ ഇതിന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഇന്റീരിയർ കൂടി നോക്കണം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ആളുകൾ 12 ലക്ഷം രൂപ കൊടുത്ത് ഈ വണ്ടി വാങ്ങുന്നതെന്ന്. ഇന്റീരിയർ ക്വാളിറ്റി ആൻഡ് ഡാഷ്ബോർഡ് ഡിസൈൻ കണ്ടാൽ ഇതൊരു 15 ലക്ഷം രൂപയുടെ കാറെന്നെങ്കിലും നമുക്ക് ഒരു ഫീൽ തരും. ഡാഷ്ബോർഡിലെ ആ ഹൊറിസോണ്ടൽ ലൈൻസും AC വെന്റിന്റെ ഇന്റഗ്രേഷനും വളരെ പ്രീമിയമാണ്. ടോപ്പ് വേരിയന്റിൽ കിട്ടുന്ന 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ നിലവിൽ ഈ സെഗ്മെന്റിൽ ഏറ്റവും മികച്ചതാണ്. ടച്ച് സ്ക്രീൻ റെസ്പോൺസ് ശരിക്കും ഒരു ഐപാഡ് യൂസ് ചെയ്യുന്ന പോലെ വളരെ സ്മൂത്ത് ആണ്. ഇതിനോടൊപ്പം കിട്ടുന്ന 7 സ്പീക്കർ ബോസ് സൗണ്ട് സിസ്റ്റം വിത്ത് സബ് വൂഫർ മ്യൂസിക് ലവേഴ്സിന് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്. ഈ വലിയ 10.25 ഇഞ്ച് സ്ക്രീനിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഇല്ല. നമ്മൾ വയർ കണക്ട് ചെയ്ത് വേണം ഈ പറഞ്ഞ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും യൂസ് ചെയ്യാൻ. എന്നാൽ ഇതിന്റെ താഴെയുള്ള വേരിയൻസിൽ വരുന്ന 8 ഇഞ്ച് സ്ക്രീനിൽ വയർലെസ് കണക്ടിവിറ്റിയും കൊണ്ടുവരാൻ ഇതൊരു വളരെ വിചിത്രമായ കോസ്റ്റ് കട്ടിംഗ് അല്ലെങ്കിൽ ഫീച്ചർ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഇനി സീറ്റ്സ് ആൻഡ് കംഫർട്ട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റ്സ് വളരെ കംഫർട്ടബിൾ ആണ്, നല്ല സൈഡ് ബ്ലോസ്റ്ററിംഗ് ഒക്കെ ഉണ്ട്. എന്നാൽ റിയർ സീറ്റിലേക്ക് വരുമ്പോൾ ഓണേഴ്സ് കൂടുതലായി പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ കാറിന്റെ ഡിസൈൻ കുറച്ച് എയറോഡൈനാമിക് ആയതുകൊണ്ട് റൂഫ് ലൈൻ പുറകിലേക്ക് പോകും തോറും താഴോട്ട് ഇറങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഹെഡ് റൂം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യുണ്ടായി ഇതിന്റെ റിയർ ബെഞ്ച് വളരെ താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ലെഗ് റൂം ധാരാളമുണ്ട്, പക്ഷേ അണ്ടർ തൈ സപ്പോർട്ട് തീരെ കുറവാണ്. അതായത് നിങ്ങളുടെ കാലുകൾ സീറ്റിൽ പൂർണ്ണമായി ടച്ച് ചെയ്യില്ല. ഒരു ലോങ് ഡ്രൈവിലൊക്കെ പുറകിലിരിക്കുന്നവർക്ക് ഇത് വലിയ ക്ഷീണം ഉണ്ടാക്കും. പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പോൾ ക്യാബിനിൽ അത്യാവശ്യത്തിന് സ്റ്റോറേജ് സ്പേസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂൾഡ് ഗ്ലൗ ബോക്സ് ഉണ്ട്, റിയർ AC വെന്റ്സ് ഉണ്ട്, ബൂട്ട് സ്പേസ് 311 ലിറ്റേഴ്സ് ആണ് ഉള്ളത്. ഇത് ബലേനയുടെ 318 ലിറ്റേഴ്സിനെക്കാളും കുറച്ച് കുറവാണെങ്കിലും ഡെയിലി യൂസിനും എയർപോർട്ട് റൺസിനും ഒക്കെ നിങ്ങൾക്ക് വളരെ അഡിക്വേറ്റ് ആണ്. ഒരു നെഗറ്റീവ് കാര്യം പറയാനുള്ളത്, ബൂട്ട് ലിപ്പ് കുറച്ച് ഹൈറ്റിലാണുള്ളത്. ഭാരമുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഒക്കെ എടുത്ത് വെക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള നെഗറ്റീവ്സും എനിക്ക് ഈ i20യുടെ
ഇന്റീരിയറിനെ പറ്റി പറയാനില്ല. ഇനി ഈ വീഡിയോയിലെ ഏറ്റവും ക്രിട്ടിക്കലായ ഭാഗത്തിലേക്ക് കടക്കാം, ഡ്രൈവിംഗ് ഡൈനാമിക്സ്. നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത് 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് കപ്പ പെട്രോൾ എഞ്ചിനാണ്. സ്പെക്സ് നോക്കിയാൽ മാനുവലിന് 82 bhp IVT ഗിയർ ബോക്സ് ഉള്ള വണ്ടിയിൽ 88 bhp ആണ് പവർ വരുന്നത്. ടോർക്ക് വരുന്നത് 114.7 Nm ടോർക്കാണ്. ഇത് കേൾക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നും, എന്നാൽ സിറ്റി ഡ്രൈവിംഗിലേക്ക് വരുമ്പോൾ സിറ്റിയിൽ IVT ഓട്ടോമാറ്റിക് ഓടിക്കാൻ ഒരു രക്ഷയുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഈ IVT ആണ്, ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഹ്യുണ്ടായുടെ CVT ഗിയർ ബോക്സ് ആണ്. ട്രാഫിക്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ നീങ്ങുമ്പോൾ ഒരു തരി പോലും ജെർക്ക് നിങ്ങൾ അറിയുന്നില്ല. സ്റ്റിയറിംഗ് വളരെ ലൈറ്റ് ആണ്. ക്യാബിനിൽ നല്ല ഐസൊലേഷൻ ഉള്ളതുകൊണ്ട് എഞ്ചിൻ സൗണ്ട് ഉള്ളിലേക്ക് വരില്ല. ഇതൊരു പെർഫെക്റ്റ് സ്ട്രെസ് ഫ്രീ സിറ്റി കമ്പ്യൂട്ടർ ആണെന്ന് പറയാം. ഇനി ട്രാഫിക് ഒക്കെ മാറി വണ്ടി ഒന്ന് ചവിട്ടി പറപ്പിക്കാമെന്ന് കരുതി നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് ശരിക്കുമുള്ള പണി കിട്ടുന്നത്. സ്പെക്സിൽ കാണുന്ന ആ പവർ ഒന്നും നിങ്ങൾക്ക് ഈ റോഡിൽ ഫീൽ ചെയ്യില്ല. അതായത് ഒന്ന് സ്പീഡ് എടുക്കുന്ന സമയത്ത് ഈ 1.2 കപ്പ എഞ്ചിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ലോ ആൻഡ് പഞ്ച് ഇല്ലാത്തതാണ്. ഒരു 900 തൊട്ടൊരു 1400 RPM വരെയൊക്കെ വണ്ടി ഭയങ്കര ഡെഡ് ആണ്. ഒരു എനർജി ഫീൽ ചെയ്യില്ല. മാനുവൽ ഓടിക്കുന്നവർക്കാണ് ഇതുകൊണ്ട് ഏറ്റവും വലിയ തലവേദന. നമ്മളിപ്പോൾ സാധാരണ ഒരു വണ്ടിയിലൊക്കെ രണ്ടാമത്തെ ഗിയറിൽ തന്നെ സ്പീഡ് ബ്രേക്കറൊക്കെ കയറി ഇറങ്ങി പോകുമല്ലോ. പക്ഷെ i20 അങ്ങനെ നടക്കില്ല. ഒന്ന്, അടി തട്ടാതെ നോക്കണം. രണ്ട്, നിങ്ങൾ നിർബന്ധമായും ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ വണ്ടി നിന്ന് പോകാൻ വരെ ചാൻസ് ഉണ്ട്. പിന്നെ ഓണേഴ്സ് പറയുന്ന വേറൊരു ഭീകരമായ കാര്യമുണ്ട്. നമ്മൾ സെക്കൻഡ് ഗിയറിൽ നിന്നും തേർഡ് ഗിയറിലേക്ക് മാറുമ്പോൾ വണ്ടിയുടെ RPM പെട്ടെന്ന് ഒരു 1500 താഴേക്ക് പോകും. പിന്നെ വണ്ടി തീരെ റെസ്പോണ്ട് ചെയ്യാത്തൊരു ഡെഡ് സോണിലേക്ക് പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ എത്ര ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി അങ്ങനെ ഇഴഞ്ഞേ ഒരു സ്പീഡ് എടുക്കത്തുള്ളൂ. പിന്നെ ഇതിന്റെ മാനുവൽ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത മറ്റൊരു കാര്യം, ഹൈവേ സ്പീഡിൽ, അതായത് ഒരു 80 km/h പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു വണ്ടി ഓവർടേക്ക് ചെയ്യണം എന്ന് കരുതുക. നിങ്ങൾ ആക്സിലേറ്റർ അമർത്തും, പക്ഷേ ആ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി നീങ്ങാത്തതുപോലെ തോന്നും. ഫിഫ്ത് ഗിയറിൽ നിന്നൊരു തേർഡ് ഗിയറിലേക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി IVTയുടെ കാര്യം, പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്താൽ എഞ്ചിൻ ഭയങ്കരമായി ശബ്ദം ഉണ്ടാക്കുന്ന ഒരു റബ്ബർ ബാൻഡ് എഫക്ട് ഇതിനുമുണ്ട്. CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് RPM കൂടും, പക്ഷെ അതിനനുസരിച്ച് വണ്ടി മുന്നോട്ട് കുതിക്കില്ല. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ 5 ആളുകളും ഫുൾ ലഗേജും ഒക്കെ വെച്ചാണ് നിങ്ങൾ ഒരു കയറ്റമൊക്കെ കയറുമ്പോൾ ഈ വണ്ടി ശരിക്കും കഷ്ടപ്പെടും. ലോ ആൻഡ് ടോർക്ക് വളരെ കുറവായതുകൊണ്ട് ഹെയർ പിൻ വളവുകളൊക്കെ വണ്ടി കയറാൻ നല്ല ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പലപ്പോഴും ഭയങ്കരമായ ഒരു എഞ്ചിൻ റവ് ചെയ്ത് ക്ലച്ച് ബേൺ ചെയ്തൊക്കെ വേണം കയറ്റങ്ങളൊക്കെ കയറാൻ. ഇത് നിങ്ങളുടെ ഡ്രൈവിംഗ് കോൺഫിഡൻസ് പൂർണ്ണമായും നശിപ്പിക്കും. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഈ വണ്ടിക്ക് അതിൻ്റെതായ കുറച്ച് സ്ട്രെങ്ത് കൂടിയുണ്ട്. ഒന്നാമത്തത് സെഗ്മെന്റ് ബെസ്റ്റ് NVH ലെവൽസ്. ഈ കാറിന്റെ ക്യാബിൻ ഇൻസുലേഷൻ വേറെ ലെവലാണ്. ഗ്ലാസ് ഒക്കെ കയറ്റി വെച്ച് പാട്ടൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന ഒരു ബഹളവും നമ്മൾ അകത്തേക്ക് അറിയില്ല. സെക്കൻഡ് വൺ, സ്മൂത്ത്നെസ്. IVT ഗിയർ ബോക്സ് തരുന്ന ആ ഒരു സ്മൂത്ത് ഷിഫ്റ്റിംഗ് സിറ്റി യൂസേജിൽ നിങ്ങളുടെ കാലുകളുടെയും ശരീരത്തിന്റെയും ഒക്കെ ഒരു 90% ക്ഷീണവും കുറയ്ക്കുന്നതാണ്. മൂന്നാമത്തത് ഫീച്ചർ റിച്ച്. ഈ വിലയിൽ നമുക്ക് വയർലെസ് ചാർജറും സൺറൂഫ് 6 എയർ ബാഗ് കിട്ടുന്നുണ്ട്. ESC, VSM പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്. ഇങ്ങനെ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ കംഫർട്ട് ഫീച്ചറും ഈ വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തത് റിലയബിലിറ്റി. ഹ്യുണ്ടായുടെ സർവീസ് നെറ്റ്വർക്കും ഈ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിന്റെ ലോങ് ടേം റിലയബിലിറ്റിയും വളരെ പ്രൂവൺ ആണ്. പെട്ടെന്ന് വണ്ടി വഴിയിൽ കിടക്കുമെന്നുള്ള പേടിയേ വേണ്ട. ഇനി എവിടെയാണ് ഈ വണ്ടി ഡിസപ്പോയിന്റ് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം അണ്ടർ പവേർഡ് എഞ്ചിൻ. നേരത്തെ പറഞ്ഞ പോലെ എന്തൂസിയാസ്റ്റ് ഡ്രൈവറിന് ഈ 1.2 എഞ്ചിൻ ഇഷ്ടപ്പെടില്ല. പവർ വേണമെന്നുള്ളവർക്ക് i20യുടെ N-line 1 ലിറ്റർ ടർബോ വണ്ടി നോക്കാവുന്നതാണ്. രണ്ടാമത്തത് നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഈ വണ്ടിയുടെ സൂട്ടബിലിറ്റിയെ പറ്റിയാണ്. അതായത് ഏകദേശം 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വണ്ടിക്കുള്ളത്. ഒറ്റയ്ക്ക് പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ 5 പേരും ലഗേജും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ അൺസയന്റിഫിക് ആയിട്ടുള്ള സ്പീഡ് ബ്രേക്കറുകൾ അറിയാലോ, അങ്ങനെയുള്ള റോഡോ അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഇതിന്റെ സോഫ്റ്റ് സസ്പെൻഷൻ താഴ്ന്നു പോവുകയും അണ്ടർബോഡി ഉരയാൻ വളരെ വലിയ സാധ്യതയുമുണ്ട്. പലപ്പോഴും ക്രോസ് ചെയ്ത് എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് i20 ഓടിക്കുമ്പോൾ. മൂന്നാമത്തത് സേഫ്റ്റി റേറ്റിംഗ് ആണ്. 6 എയർ ബാഗ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ ഈ വണ്ടിക്ക് 3 സ്റ്റാർ റേറ്റിംഗ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതിന്റെ ബോഡി ഷെൽ അൺസ്റ്റേബിൾ ആണെന്നാണ് ക്രാഷ് ടെസ്റ്റ് റിപ്പോർട്ട് പറയുന്നത്. അതായത് വലിയൊരു അപകടം ഉണ്ടായാൽ ഈ കാറിന്റെ സ്ട്രക്ചർ അത് താങ്ങാൻ പര്യാപ്തമല്ല എന്നുള്ളതാണ്. അൾട്രോസ് പോലുള്ള വണ്ടികൾ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുമ്പോൾ ഈ സെഗ്മെന്റിൽ i20ക്ക് ഇതൊരു വലിയ പോരായ്മയാണെന്ന് പറയാം. തീർച്ചയായും അടുത്ത ജനറേഷനിൽ ഹ്യുണ്ടായി ഇത് പരിഹരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് മാനുവലിന് 20 kmpl IVTക്ക് 19 kmpl ആണ്. ചില ഓണേഴ്സ് പറയുന്നത് മര്യാദയ്ക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 15 സിറ്റിയിലും 20 ഹൈവേയിലും ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ഫ്യൂൽ എക്കണോമി ആണ് സത്യത്തിൽ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ വില്ലൻ. നിങ്ങൾ ബാംഗ്ലൂരിലോ കൊച്ചിയിലേക്കോ പോലുള്ള ഹെവി ട്രാഫിക്കിലൊക്കെ AC ഇട്ട് ഓടിച്ചാൽ, അത് IVT ആയാലും മാനുവൽ ആയാലും, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും 8 തൊട്ട് 11 kmpl വരെയുള്ള മൈലേജ് ആയിരിക്കും. കുറച്ചുകൂടി ഫ്രീ ആയ ടൗണുകളിലൊക്കെയാണ് നിങ്ങൾ ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ 12 തൊട്ട് 14 വരെയൊക്കെ കിട്ടിയേക്കാം. ഇനി നല്ല സ്മൂത്ത് ആയ ഒരു
റോഡിൽ കൂടെയാണ് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, 80 km/hലൊക്കെയാണ് ക്രൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 തൊട്ട് 17 വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ചൊരു 60-70 kmph ഒക്കെ ഒരു എക്കോ റൺ ആണ് നിങ്ങൾ യൂഷ്വലി നടത്തുന്നതെങ്കിൽ പരമാവധി ഒരു 19 to 21 km/L വരെ മൈലേജ് നിങ്ങൾക്ക് കിട്ടിയേക്കാം. എന്തുകൊണ്ടാണ് i20ക്ക് മൈലേജ് ഇത്ര കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. ഇതൊരു വലിയ വണ്ടിയാണ്, ഭാരം കൂടുതലാണ്. ആ ഭാരം വലിക്കാൻ ഈ 1.2 ലിറ്റർ എഞ്ചിന് ലോ ആൻഡ് ടോർക്ക് ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് വണ്ടി മുന്നോട്ടെടുക്കാൻ നമ്മൾ അറിയാതെ തന്നെ ആക്സിലേറ്റർ കുറച്ച് കൂടുതൽ അമർത്തും. സിറ്റി ട്രാഫിക്കിൽ നിരന്തരം വണ്ടി നിർത്തിയെടുക്കുമ്പോൾ എഞ്ചിൻ കൂടുതൽ സ്ട്രെയിൻ ആവുകയും അത് മൈലേജിനെ കുത്തനെ കുറയ്ക്കുകയും ചെയ്യും. ഇതാണ് ഒരു മെയിൻ റീസൺ. കേരളത്തിലെ ടാക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ യഥാർത്ഥ വില അപ്രോക്സിമേറ്റ് ഓൺ റോഡ് പ്രൈസസ് ഇതൊക്കെയാണ്. ഇതിൽ ഏറ്റവും സെൻസിബിൾ ആയ വേരിയന്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ പറയാം സ്പോർട്സ് വേരിയന്റ് ആണ്. 9 ലക്ഷം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ക്രൂസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് AC, റിവേഴ്സ് ക്യാമറ ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ടോപ്പ് ആൻഡ് ആസ്റ്റ ഓപ്ഷണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 ലക്ഷം രൂപയ്ക്കാണ്. ഈ തുകയിൽ നിങ്ങൾ വാങ്ങുന്നത് ഒരു അണ്ടർ പവേർഡ് ആയ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഈ വിലയിൽ നിങ്ങൾക്ക് വേറെ പെർഫോമൻസ് ഉള്ള ടർബോ പെട്രോൾ കോമ്പാക്ട് SUVസും i20യുടെ തന്നെ എൻലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 11-12 ലക്ഷം രൂപ റേഞ്ചിലാണ്. അപ്പൊ അത്രയും പ്രൈസ് കൊടുത്ത് നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങുന്നത് ഞാൻ പറയും പ്യൂർലി ഒരു ഇമോഷണൽ ഡിസിഷൻ മാത്രമാണ്, ലോജിക്കൽ അല്ല. സോ ഞാൻ പറഞ്ഞ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടി ആർക്കാണ് ഏറ്റവും അനുയോജ്യം? ഒന്ന്, അർബൻ ഡെയിലി കമ്മ്യൂട്ടേഴ്സ്, ദിവസവും ട്രാഫിക്കിലൊക്കെ പോയി വരുന്നവർക്ക്, അവർക്ക് സ്ട്രെസ് ഫ്രീ ആയി പാട്ടും കേട്ട് AC ഒക്കെ ഇട്ട് പോകാൻ ഇതിന്റെ IVT മികച്ചതാണ്. 2, ഒരു പ്രീമിയം ഫീലൊക്കെ വേണമെന്നുള്ളവർക്ക്, വണ്ടി കാണാൻ നല്ല ലുക്കായിരിക്കണം, ഉള്ളിലിരുന്നാൽ ആ ഒരു പ്രീമിയം കാർ ആണെന്നുള്ള ഫീൽ കിട്ടണം എന്ന് നിർബന്ധമുള്ളവർക്ക് i20 കൺസിഡർ ചെയ്യാം. 3, കാം ഡ്രൈവേഴ്സ്, ഒരു ഹൈവേയിലൊക്കെ ഒരു 80-90 km/h സ്പീഡിലൊക്കെ വളരെ സാവധാനം ക്രൂസ് ചെയ്ത് പോകുന്ന ഒരു മെച്യൂർ ഡ്രൈവേഴ്സിന് ഈ വണ്ടി വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ആരാണ് ഈ വണ്ടി ഒഴിവാക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് എന്തൂസിയാസ്റ്റ്. നിങ്ങളൊരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ വണ്ടി എടുത്ത ഉടനെ തന്നെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. നിങ്ങൾക്ക് പറ്റിയത് ഞാൻ പറയുന്നത് i20 എൻലൈൻ പോലുള്ള വണ്ടികളായിരിക്കും കൂടുതൽ അനുയോജ്യം. രണ്ടാമത് മൈലേജ് സീക്കേഴ്സും, മാസം നല്ല റണ്ണിംഗ് ഉള്ളവർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ 9 kmph സിറ്റി മൈലേജ് കിട്ടിക്കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാകും. അവർക്ക് ഏറ്റവും പറ്റിയത് ബലേനോ അല്ലെങ്കിൽ ഗ്ലാൻസ പോലുള്ള വണ്ടികളാണ്. മൂന്നാമത് ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലൊക്കെ താമസിക്കുന്നവർ, ഈ കയറ്റങ്ങളും മോശം റോഡുകളും ഒക്കെ ഉള്ള സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മെയിൻ പ്രശ്നം ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത് കൂടാതെ ടോർക്കില്ലായ്മയും നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഈ വണ്ടി കാരണം ഉണ്ടാകും. മൊത്തത്തിൽ പറഞ്ഞാൽ 2026 ഹ്യുണ്ടായി i20 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അല്ല എന്നാണ്. ഇതൊരു കോംപ്രമൈസ്ഡ് പാക്കേജ് ആണ്. ഹ്യുണ്ടായി ഇവിടെ വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത്. അവർക്കറിയാം ഇന്ത്യയിലെ ഭൂരിഭാഗം ബയേഴ്സും, ഞാൻ പറയുന്നത് വാല്യൂ നോക്കി അല്ലെങ്കിൽ അവർക്ക് പറ്റിയ വണ്ടി ആണോ എന്ന് നോക്കി വാങ്ങുന്ന ബയേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരുടെ കാര്യമാണ്. അവർ ഷോറൂമിൽ പോയി വണ്ടിയുടെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയും വലിയ സ്ക്രീനും സൺറൂഫും ഒക്കെ കണ്ടാണ് വണ്ടി ബുക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് i20 ശരിക്കും പറഞ്ഞാൽ ജയിക്കുന്നത്. പക്ഷേ നമ്മൾ മെക്കാനിക്കൽ ആസ്പെക്ട്സ് നോക്കിയാൽ എഞ്ചിൻ പെർഫോമൻസ്, ലോ ആൻഡ് ടോർക്ക്, സ്ട്രക്ചറൽ സേഫ്റ്റി, റിയൽ വേൾഡ് മൈലേജ് ഒക്കെ പരിഗണിച്ചാണ് ഈ വണ്ടി നോക്കുന്നതെങ്കിൽ ഇതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. നിങ്ങളൊരു കാർ വാങ്ങുന്നത് പ്യൂർലി ലോജിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് ബേസ്ഡ് ആണ്. അതായത് മൈലേജ്, പെർഫോമൻസ്, വാല്യൂ ഫോർ മണി ഒക്കെ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബലേനോ, അൾട്രോസ് അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ തന്നെ മൈക്രോ SUVs, മറ്റ് ബ്രാൻഡുകളുടെ മൈക്രോ SUVs ഒക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ തീരുമാനം ഇമോഷണൽ ആണ്. അതായത് എനിക്ക് കാണാൻ നല്ല ഭംഗിയുള്ള, ഉള്ളിൽ നല്ല ഫീലുള്ള, സ്മൂത്ത് ആയ ഒരു കാർ മതി എന്നാണെന്നുണ്ടെങ്കിൽ i20 ഇപ്പോഴും നിങ്ങളെ തൃപ്തിപ്പെടുത്തും. പുതിയ ജനറേഷൻ വണ്ടി ഇന്ത്യയിൽ 2026 അവസാനത്തിലോ 2027 വരാൻ സാധ്യതയുണ്ട്. സോ ഉടനെ വണ്ടി വാങ്ങാനൊന്നും പ്ലാൻ ഇല്ലേ, നിങ്ങൾക്ക് നെക്സ്റ്റ് ജനറേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ i20 ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ മൈലേജും ഡ്രൈവിംഗ് എക്സ്പീരിയൻസും താഴെ കമന്റ് ചെയ്യുക. പുതിയ ബയേഴ്സിന് ഇത് വലിയൊരു സഹായമായിരിക്കും. അങ്ങനെ i20യുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നൗ ഐ ജെനുവൻലി അണ്ടർസ്റ്റാൻഡ് ദിസ് കാർ എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഓണസ്റ്റ് റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ഡ്രൈവ് സേഫ്, ബൈ.